ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറ്റിയും പറിച്ച് എങ്ങോട്ടാന്നില്ലേ, പറമ്പിലൂടെ ഒന്ന് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. നടക്കാൻ ഇതെൻ്റെ മകൻ കളിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ ഞാൻ പിന്നെ ഇട്ട് തരാം. അവൻ ചുമ്മാ ഒരു ഏണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഏജ് വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അത് കണ്ടിട്ട് പറമ്പിലൂടെ ഞാൻ നടന്നു വന്നപ്പോഴേക്കും കണിക്കൊന്ന കണ്ടപ്പോഴാണ് ഓർത്തത് നാളെയാണല്ലോ വിഷു എന്ന്. എന്നാൽ പിന്നെ കുറച്ച് കണിക്കൊന്ന രാവിലെ തന്നെ പറിച്ച് വെച്ചേക്കാം എന്നോർത്തു. വേറെ ആരെങ്കിലുമൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയിക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പറിച്ച് വെക്കാമെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ഓർത്തു. അപ്പോൾ ഞാൻ തന്നെ പറിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പറ്റിയില്ല, നല്ല ഹൈറ്റിലാണ്. അപ്പോൾ പിന്നെ ചേട്ടനെയും കൊച്ചിനെയും വിളിച്ചു. അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് പൂ പറിച്ചൊക്കെ തന്നു. അവർ പൂ പറിക്കുന്ന സമയം കൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അതോടെ കമൻ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ പറിക്കുക, ആ പൂ പറിക്കുക, ഈ പൂ പറിക്കുക എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പറിച്ച് കിട്ടിയതൊക്കെ എടുത്ത് ഷോ ഒക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കണു. നേരം ഞങ്ങൾ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിലൊക്കെയാണ് ഞങ്ങൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് പൂവും കണി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും മേടിക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ചക്കയും മാങ്ങയും ഒക്കെ പറമ്പിൽ തന്നെ കിട്ടും. ഇപ്പം പറമ്പിൽ നിന്ന് പറിച്ച് ഇതൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഒരു രസമുണ്ട് കേട്ടോ. ഞങ്ങൾ പഴയ ഒരു അനുഭവം അല്ല, പഴയ രീതിയിൽ നമ്മളെല്ലാം വില കൊടുത്ത് മേടിക്കുന്നു, വീടൊക്കെ ഒന്ന് റെഡിയാക്കി കണി ഒരുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ തന്നെ പറിച്ച് കൊണ്ടുവന്ന് വെക്കുന്നതിനൊരു പ്രത്യേക ഒരു രസമുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ്? കണിക്കൊന്ന മേടിക്കുവാണോ അതോ പറമ്പിലുണ്ടോ, കിട്ടാനുണ്ടോ, അടുത്ത് എവിടെയെങ്കിലും കിട്ടാനുണ്ടോ? എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിഷു വിശേഷങ്ങൾ? കൈനീട്ടമൊക്കെ കിട്ടാറില്ലേ? അപ്പം എന്തുണ്ട്? എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ. ഓക്കെ.